കണ്ണന്റെ സോപാനത്തിൽ നറുനെയ്യും കദളിപ്പഴവും സമർപ്പിച്ചും കാണിക്കയർപ്പിച്ചും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. കേന്ദ്രമന്ത്രിയായി ചുമതലയേറ്റ ശേഷം ആദ്യമായി ഗുരുവായൂരിലെത്തിയ സുരേഷ് ഗോപിക്ക് ഗുരുവായൂർ ദേവസ്വം ആഭിമുഖ്യത്തിൽ സ്വീകരണം നൽകി. ദേവസ്വം അതിഥി മന്ദിരമായ ശ്രീവത്സത്തിലെത്തിയ കേന്ദ്ര സഹമന്ത്രിയെ ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി.കെ. വിജയൻ, അഡ്മിനിസ്ട്രേറ്റർ കെ.പി. വിനയൻ, ഡി.എ.കെ.എസ്. മായാദേവി എന്നിവരുടെ നേതൃത്വത്തിൽ സ്വീകരിച്ചു. ചെയർമാൻ ഡോക്ടർ വി.കെ. വിജയൻ പൊന്നാടയണിയിച്ചു. ചെറുപുഞ്ചിരിയോടെ അദ്ദേഹത്തിന്റെ പ്രതികരണമെത്തി. ഗുരുവായൂരപ്പന്റേതെന്ന് കരുതി സ്വീകരിക്കുന്നു. തുടർന്ന് വൈകിട്ട് 5:30 ക്ഷേത്ര ദർശനത്തിനായി ഇറങ്ങി. കിഴക്കേ നടയിലെ ഗണപതി അമ്പലത്തിലെത്തി ഭഗവാനെ തൊഴുതു. നാളികേരമുടച്ചു. തുടർന്നായിരുന്നു ഗുരുവായൂരപ്പനെ തൊഴാനെത്തിയത്. ഗോപുര കവാടത്തിൽ ക്ഷേത്രം ഡി.എ. പ്രമോദ് കളരിക്കൽ, അസിസ്റ്റന്റ് മാനേജർ രാമകൃഷ്ണൻ എന്നിവർ കേന്ദ്രമന്ത്രിയെ സ്വീകരിച്ചു. തുടർന്ന് ക്ഷേത്രത്തിനു ചുറ്റും പ്രദക്ഷിണം ചെയ്ത ശേഷം കൊടിമരച്ചുവട്ടിൽ നിന്നും ഗുരുവായൂരപ്പനെ തൊഴുതു. തുടർന്ന് നാലമ്പലത്തിലും ദർശനം നടത്തി. നെയ്യും കദളിക്കുലയും സമർപ്പിച്ചു. ദേവസ്വത്തിന്റെ ഉപഹാരമായി ഓടക്കുഴൽ വായിക്കുന്ന ശ്രീകൃഷ്ണന്റെ ചുമർചിത്രവും നിലവിളക്കും അഡ്മിനിസ്ട്രേറ്റർ കെ.പി. വിനയൻ സുരേഷ് ഗോപിക്ക് സമ്മാനിച്ചു. 40 മിനിറ്റോളം ക്ഷേത്രത്തിൽ ചിലവിട്ട സുരേഷ് ഗോപി വൈകിട്ട് 6:15 ദർശനം പൂർത്തിയാക്കി ഇറങ്ങിയത്. കേരള വിഷൻ ന്യൂസ്, തൃശൂർ. ഇപ്പോൾ സമയം 9 മണി കഴിഞ്ഞ് 39 മിനിറ്റ്. ധാരാളം വാർത്താ മുഹൂർത്തങ്ങൾ കാത്തിരിക്കുന്നു. തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം.